damping. For a damped harmonic oscillator, the differential equation is t square x by dt square plus 2k dx by dt plus omega 0 square x is equal to 0. And the solution of this equation is given as x is equal to a e raised to minus k plus root of k square minus omega 0 square into t a1 plus a2 e raised to minus k minus root of k square minus omega 0 square into t. So depending on the values of k and omega 0, here k is the damping factor and omega 0 square or omega 0 is the natural frequency of the oscillator, natural frequency. So depending on these two values, we have three cases such as the overdamped condition, underdamped condition and critical damped condition. So in this case we can see ഈ underdamped conditionലാണ് നമുക്ക് അറിയേണ്ടത് what are the effects of damping. ഈ രണ്ട് കേസിലും ബോഡി ഓസിലേറ്റ് ചെയ്യുന്നില്ല. The motion is non-oscillatory. ഈ കേസിലാണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. അണ്ടർഡാംഡ് കണ്ടീഷൻ, അതായത് കെ സ്ക്വയർ ലെസ് ദാൻ ഒമേഗ 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദാറ്റ് കേസ് ദ സൊല്യൂഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് എക്സ് ഇസ് ഈക്വൽ ടു a0 e raised to minus kt sin omega t plus phi എന്ന ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഫക്ട്സ് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് അറിയേണ്ടത് വാട്ട് ഹാപ്പൻസ് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഓസിലേറ്റർ. ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ ഇക്വേഷനിൽ വി ക്യാൻ സി a0 e raised to minus k into t എന്ന് പറയുന്ന ടേമാണ് ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. a0 എന്ന് പറയുന്നത് ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഫൈനൽ സൊല്യൂഷനിൽ a0 e raised to minus k into t എന്ന് പറയുന്ന ടേമാണ് വരുന്നത്. ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് റെഡ്യൂസസ്. ഇനിഷ്യലി a0 ഉണ്ടായിരുന്നു. Now it is a0 e raised to minus k into t. That is a0 divided by e raised to k into t. So that means amplitude reduces exponentially with time. Now we want to know രണ്ടാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് it is the frequency of the oscillator. ഇവിടെ ഫ്രീക്വൻസി, ഈ കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ആണ്. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിൽ ഒമേഗ ആണ് ഫ്രീക്വൻസി, വിച്ച് ഇസ് ദ ഫ്രീക്വൻസി വിത്ത് ഡാമ്പിങ് ആകുമ്പോൾ ഒമേഗ 0 എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ് വിത്തൗട്ട് ഡാമ്പിങ്. ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രീക്വൻസി വിത്ത് ഡാമ്പിങ്. സോ ഒമേഗ ഇസ് ഗിവൺ ആസ് റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അത് പറയുന്നില്ല, വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആവും. സോ ഹിയർ we can see omega is equal to root of omega 0 square minus k square. That means the frequency is also reduced. omega 0 എന്ന് പറയുന്ന നാച്ചുറൽ ഫ്രീക്വൻസി ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇഫക്റ്റ് എന്ന് പറയുന്നത് the frequency also reduces. Amplitude reduces exponentially with time. The frequency of the oscillator also reduces with time. ഇനി മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ടൈം പീരിയഡ് ആണ്. We know that time period t is equal to 2 pi by omega. So this is equal to 2 pi divided by root of omega 0 square minus k square. അപ്പോൾ ഫ്രീക്വൻസി കുറയുന്നു എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് increases. ഇത് ഡിനോമിനേറ്ററിലാണ് വന്നേക്കുന്ന ഈ ടേം. സോ ദാറ്റ് ഷോസ്
time period increases. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയും, ഫ്രീക്വൻസി കുറയും, ടൈം പീരിയഡ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അബൌട്ട് ദി എനർജി. എനർജി എന്ന് പറയുന്നത് ഇവിടെ ഇക്വേഷനിൽ we have the amplitude as x is equal to a0 e raised to minus kt. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എനർജി കണ്ടുപിടിക്കാം. എനർജി E is equal to is proportional to the amplitude square e raised to minus k into t the whole square ആണ്. k into t the whole square, amplitude square. അപ്പോൾ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, is equal to a0 square into e raised to minus 2k into t എന്ന് എഴുതാം. Here ഈ a0 സ്ക്വയറിനെ I can simply represent as e0. e0 e raised to minus 2 into k into t എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ e0 എന്ന് പറയുന്നത് ഇനിഷ്യൽ എനർജിയാണ്. ഇനിഷ്യൽ എനർജി ആൻഡ് ഈസ് ദ ആവറേജ് എനർജി പെർ സൈക്കിൾ. അപ്പോൾ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. എനർജി ഡിസിപ്പേറ്റ് ബൈ ദ ഫാക്ടർ e raised to minus 2k into t. e0 ആണ് ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ കൂടെ ഡിവൈഡ് ബൈ e raised to minus 2k t in the term വരും. ദാറ്റ് മീൻസ് the energy is also dissipating or energy is also reducing. But these are the four factors, that is amplitude reduces exponentially with time, frequency reduces exponentially with time, time period increases and energy also decreases. അപ്പം ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും എനർജിയും ഡിക്രീസ് ചെയ്യും, ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. ഈ എനർജിയിൽ നിന്ന് നമുക്ക് വേറൊരാളെയും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ 2k എന്ന് പറയുന്ന ഫാക്ടർ നമുക്കറിയാം, ഇറ്റ്സ് ബി ബൈ എം. അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത കോൺസ്റ്റൻ്റ് ആണിത്. ടു കെ ഇസ് ഈക്വൽ ടു ബി ബൈ എം. ലെറ്റ് ദിസ് 2k ഇസ് ഈക്വൽ ടു 1 ബൈ ടോ. ഞാനൊരു പുതിയ ഒരു വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിച്ച് ഇസ് ടോ. ആൻഡ് ദിസ് ടോ ഇസ് കോൾഡ് ആസ് ദ റിലാക്സേഷൻ ടൈം എന്ന് നമുക്ക് പറയാം. റിലാക്സേഷൻ ടൈം. അപ്പോൾ ഈ ടോയെ ഞാൻ എനർജിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് E is equal to E0 e raised to 2k into t ആണ്, മൈനസ് t ഡിവൈഡഡ് ബൈ ടോ എന്ന് എഴുതാം. 2k is equal to 1 by 2 ആണ്, അപ്പം e raised to minus t by 2 എന്ന് എഴുതാം. ആൻഡ് വെൻ t is equal to tau or tau is equal to t, തിരിച്ച് പറയാം നമുക്ക്. tau is equal to t, we get E is equal to E0 e raised to minus 1 എന്ന് എഴുതാം, which is equal to E0 by E. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റിലാക്സേഷൻ ടൈമിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് റിലാക്സേഷൻ ടൈം is the time required to reduce the energy to 1 by eth of its initial energy. initial energy ആണ് E0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ t is equal to 2 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് the energy is equal to ഇനിഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ഇ എന്ന് കിട്ടി. അപ്പോൾ ആ 1 by eth ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. 1 by eth എന്ന് പറഞ്ഞാൽ ഈയുടെ വാല്യൂ 2.72 ആണ്. നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 37% ആകാൻ, റെഡ്യൂസ് ചെയ്ത് 37% ആകാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇഫക്ട്സ് ഓഫ് ഡാമ്പിങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഇഫക്ട്സ് എന്ന് ചോദിക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറയണം. റെഡ്യൂസ് ചെയ്യുന്നു, ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്യുന്നു, എനർജി റെഡ്യൂസ് ചെയ്യുന്നു, ടൈം പീരീഡ് മാത്രം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എനർജിയിൽ നിന്ന് നമുക്ക് റിലാക്സേഷൻ ടൈം എന്താണെന്ന് കാണാൻ പറ്റി. ദാറ്റ് ഈസ് റിലാക്സേഷൻ ടൈം ഇസ് ദ ടൈം റിക്വയർഡ് by the oscillator to reduce the energy to 37% of its initial value.